RSS ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അത് ഇന്ത്യയുടെ പൊതുചിത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം രാജേന്ദ്ര ആർലേക്കർ നടത്താൻ ശ്രമിക്കുന്നു. അതിനെ എതിർക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നു. ഇന്നലെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് KSU ആ സമരത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. വിഷയം രാഷ്ട്രീയമാണ്. ഇത്തരം ചിഹ്നങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നേരത്തെ മുതലുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നപ്പോൾ നമ്മൾ കണ്ടു ഒരാളൊരു കുന്തമായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് അതാണ് രാജ്യത്തിൻ്റെ ഇനി മുതൽ അധികാരത്തിൻ്റെ ചിഹ്നം, ഒരു ചെങ്കോൽ, അത് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. അത് നമ്മൾ അംഗീകരിക്കണം. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി എതിരിടാനുള്ള ഒരു പാർട്ടിയുടെ തീരുമാനം, ഇടതുമുന്നണിയുടെ തീരുമാനം, അതിനോട് ഞാൻ അംഗീകരിക്കുകയാണ്. അത് രാഷ്ട്രീയമാണ്. അങ്ങനെ തന്നെ എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. വിഷയം രാഷ്ട്രീയമാണെങ്കിൽ ഭാരതാംബ വിവാദത്തിൽ ഞാൻ ഇടതുമുന്നണിക്കൊപ്പമാണ്, ഇടതു പാർട്ടികൾക്കൊപ്പമാണ്. പക്ഷേ വിഷയം ഇവിടെ രാഷ്ട്രീയമല്ല. ഒരു സർവകലാശാലയിലെ ഒരു പരിപാടി നടക്കുന്നു. അത് സർവകലാശാലയിൽ നടക്കുന്നു എന്നല്ലാതെ സർവകലാശാലയിലെ പരിപാടിയല്ല. ഒരു ഹാൾ വാടകയ്ക്ക് നൽകുക മാത്രമാണ് കേരള സർവകലാശാല ഇവിടെ ചെയ്തത്. നടന്നതൊരു സ്വകാര്യ പരിപാടിയാണ്. ആ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നു. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയോ കേരള യൂണിവേഴ്സിറ്റിയുടെയോ ഒക്കെ ഏത് നിയമമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു ഹാൾ വാടകയ്ക്ക് കൊടുത്താൽ അത് മതപരമായ പരിപാടികൾക്ക് നടത്താൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ.